മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രധാന വിഷയത്തിൽ ഇടപെടുന്നു. വിഷയമെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല 50 നേരത്തെ നിസ്കാരം നബിയുടെ ഉമ്മത്തുകൾക്ക് ഫർളാക്കി കൊടുത്തിട്ടുണ്ട്. ആ 50 നേരം നിസ്കരിക്കുക എന്നത് ഈ ഉമ്മത്തിന് പ്രയാസമാകുമെന്ന് മൂസാ നബി അലൈഹിസ്സലാം മനസ്സിലാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അതൊന്ന് ചുരുക്കി തരാൻ വേണ്ടി പറയണം. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ ബഹുമാനമുള്ളതും സ്ഥാനമുള്ളതും അറിവുള്ളതും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള എല്ലാ അമ്പിയാക്കളും നബി തങ്ങൾക്ക് സ്വീകരണം കൊടുക്കാൻ ആകാശ ലോകത്ത് പോയി കാത്തുനിന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു, അവിടുന്ന് അത് ചുരുക്കി തരാൻ പറയണം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക് തിരിച്ചുപോയി ചുരുക്കിത്തരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ 9 പ്രാവശ്യം മൂസാ നബി അലൈഹിസ്സലാമിന്റെയും അല്ലാഹു നിശ്ചയിച്ച സ്ഥലത്തിന്റെയും ഇടയിൽ നബിതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു. അവസാനം 5 നേരത്തെ നിസ്കാരം അല്ലാഹു തആല ഫർളാക്കി കൊടുക്കുന്നു. ആ 5ഉം വാങ്ങി തിരിച്ചു വരുമ്പോഴും മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ട് കുറച്ചും കൂടി ചുരുക്കണം എന്ന നിലക്കുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുതിർന്നില്ല, അതിന് തയ്യാറായില്ല. കാരണം ഈ 5ന് നേരത്തെ നിർബന്ധമാക്കപ്പെട്ട 50ന്റെ പ്രതിഫലം തന്നെ ലഭിക്കും. ലഗേജ് കുറച്ചതേ ഉള്ളൂ, ഫലത്തിന് കുറവൊന്നുമില്ല. അതുകൊണ്ട് നബി തങ്ങൾ ആ 5ൽ തന്നെ നിൽക്കുന്നു, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഇതൊക്കെ ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പുറമെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ യാത്രയിൽ കണ്ടുമുട്ടിയപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭംഗിയെ സംബന്ധിച്ച് നബി തങ്ങൾ വിശദീകരിക്കുന്നു. ഖദുഉതിയ ശത്റുൽ ഹുസൻ, ലോകത്തുള്ള മൊത്തം ഭംഗിയുടെ പകുതി ഭാഗം യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്തതായി ഞാൻ അനുഭവിച്ചു, ഞാൻ മനസ്സിലാക്കി. സുഹൃത്തുക്കളെ, അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആത്മാവിനെ അല്ല കണ്ടത്, ശരീരത്തെ തന്നെയാണെന്ന് മനസ്സിലായി അല്ലേ? അതുകൊണ്ടല്ലേ ഭംഗി മനസ്സിലായത്. അപ്പൊ അമ്പിയാക്കളെ ശരീരത്തോടു കൂടി തന്നെയാണ് ആ യാത്രയിൽ കണ്ടുമുട്ടിയത് എന്നതിന് അത്തരം സംഭവങ്ങൾ തെളിവാണെന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ വജഅൽനാഹു ഹുദൽ ലിബനി ഇസ്രായീൽ, മൂസാ നബിയെ ഇസ്രായേൽ സന്തതികൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായി നമ്മൾ നിശ്ചയിച്ചു. അതേ, ആ മൂസാ നബി സന്മാർഗത്തിന്റെ വഴി കാണിച്ചു കൊടുത്തുവെന്ന് ഖുർആൻ. എന്നാൽ നിങ്ങൾ നോക്കൂ, ദുർമാർഗികളായ സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയിലുള്ളവർ ജനങ്ങളോട് സാധാരണ പറയുന്ന ഒരാശയം എന്താണ്? അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം തേടിയാൽ അവർ അതാ ഹിദായത്ത് നശിച്ചു, സന്മാർഗം നശിച്ചു, ദുർമാർഗിയായി എന്നല്ലേ? എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആളായിരുന്നു എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ജഅൽനാഹു ഹുദൽ ലിബനി ഇസ്രായീൽ. ആ മൂസാ നബി അലൈഹിസ്സലാമിനോട് അവിടുത്തെ അനുയായികൾ വെള്ളമില്ലാത്ത സമയത്ത് വെള്ളത്തിന് തേടുന്നു. അല്ലാഹുവിനോട് തേടുകയല്ല, അവർ മൂസാ നബിയോട് തേടുന്നു. അവർ അല്ലാഹുവിനോട് തേടാത്ത കക്ഷികളല്ല, അവർ അല്ലാഹുവിനോട് ധാരാളം തേടാറുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും അങ്ങനെയല്ലേ? അവർ അല്ലാഹുവിനോട് തന്നെയല്ലേ എപ്പോഴും തേടാറുള്ളത്. എന്നാൽ പടച്ച റബ്ബിൽ നിന്ന് വല്ലതും കിട്ടാൻ വേണ്ടി ചിലപ്പോൾ അവന്റെ മഹാന്മാരോട് തേടാറുണ്ട്. ഏതുപോലെ
നമുക്ക് തരുന്നവൻ അല്ലാഹുവാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. നമ്മൾ നിസ്കാര ശേഷം ചൊല്ലാറുള്ളതാണ്, അല്ലാഹുവേ നീ കൊടുത്തത് തടയുന്നവനില്ല, നീ തടഞ്ഞത് കൊടുക്കുന്നവനുമില്ല. കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. നമ്മൾ 1-ാം ക്ലാസ് മുതൽ പഠിച്ചതാണ്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. എല്ലാ ഖൈറും അല്ലാഹുവിങ്കൽ നിന്നാണ്, എല്ലാ ശർറും അല്ലാഹുവിങ്കൽ നിന്നാണ്. അങ്ങനെ അല്ലാഹു അല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനും ഇല്ല. പക്ഷേ നമുക്കൊരു 1,00,000 രൂപ കടം വേണമെങ്കിൽ അതാ നമ്മൾ ഒരു പണക്കാരനാണെന്ന് വിചാരിക്കുന്ന വ്യക്തിയോട് 1,00,000 രൂപ കടം തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അത് സഹായം ചോദിക്കലാണ്. പടച്ചവനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസ് പറഞ്ഞിട്ടില്ല. അതിനൊരു തെളിവും ലോകത്താർക്കും കാണിക്കാൻ സാധ്യവുമല്ല. ഖുർആൻ പറഞ്ഞത് നമ്മൾക്കറിയാമല്ലോ, ഇനിസ്തൻസറൂകും ഫിദ്ദീനി ഫഅലൈകുമുൻ നസ്ർ. നിങ്ങളോട് ദീനിന്റെ കാര്യത്തിൽ സഹായം ചോദിച്ചാൽ നിങ്ങൾ സഹായം നൽകണേ. സഹായം ചോദിക്കരുതെന്നല്ല ഖുർആൻ പറഞ്ഞത്, ചോദിച്ചാൽ കൊടുക്കരുതെന്നല്ല പറഞ്ഞത്. ഇനിസ്തൻസറൂകും ഫിദ്ദീനി ഫഅലൈകുമുൻ നസ്ർ. നിങ്ങളോട് സഹായം തേടിയാൽ നിങ്ങൾ സഹായം നൽകണേ. ഖുർആൻ അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വെള്ളത്തിന് തേടുകയാണ് അനുയായികൾ. ഖുർആൻ പറയുന്നു, ഔഹൈനാ ഇലാ മൂസാ ഇദിസ്തസ്ഖാഹു ഖൗമുഹു. മൂസാ നബിക്ക് നമ്മൾ വഹി അറിയിച്ചു, നബിയെ ഇദിസ്തസ്ഖാഹു ഖൗമുഹു. മൂസാ നബിയുടെ അനുയായികൾ, ജനങ്ങൾ, അത് ബനൂ ഇസ്രായേലാണല്ലോ, അവരെയാണല്ലോ ഹിദായത്തിലേക്ക് മൂസാ നബി നയിക്കുന്നത്. ആ അനുയായികൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയോട് വെള്ളത്തിന് തേടി എന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെ തേടിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അമ്പിയാക്കളോട് തോടൽ ദുർമാർഗമാണ്, അത് സന്മാർഗമല്ല എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. അതാ മൂസാ നബി പറഞ്ഞില്ലെന്ന് മാത്രമല്ല, മൂസാ നബി അലൈഹിസ്സലാമിന് അറിയാം വെള്ളം കൊടുക്കാനുള്ള അധികാരം എനിക്കില്ല. വെള്ളം കൊടുക്കുന്നവനും ഭക്ഷണം കൊടുക്കുന്നവനും റബ്ബാണ്. പക്ഷേ ആ റബ്ബ് വെള്ളം കൊടുക്കാൻ വേണ്ടി ഞാനൊന്ന് ഇടപെടണം എന്നാണ്, ഞാനൊരു മധ്യവർത്തിയാകണം എന്നാണ് ആ അനുയായികൾ ഉദ്ദേശിക്കുന്നതെന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് നന്നായി അറിയാം. കാരണം ഒരിക്കലും തന്നെ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, എല്ലാ ഖൈറും ശർറും അല്ലാഹുവിങ്കിൽ നിന്നാണെന്ന വിശ്വാസം വിശ്വസിക്കാതെ ഒരു യഥാർത്ഥ സന്മാർഗിയാവൂലല്ലോ. ഇവിടെ മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദ്, അതാ മഹാനായ സയ്യിദ് മുഹമ്മദ് ഷരീഫിൽ മദനി തങ്ങളെ സമീപത്തി പാവപ്പെട്ട ഞാൻ അവിടുത്തെ കാൽക്കൽ വരുന്നുണ്ട്, നമ്മളെല്ലാവരും വരുന്നുണ്ട്, ലോക മുസ്ലിമീങ്ങളെല്ലാം നബി തങ്ങളെ കാൽക്കൽ വരുന്നുണ്ട്. അതേ, ഇവിടെ നമ്മളെക്കാൾ വലിയ ഒരുപാട് പണ്ഡിതന്മാരും സയ്യിദന്മാരും താജുൽ ഉലമയടക്കം കണ്യത്ത് ഉസ്താദ് അടക്കം ഇവിടെ മഹാനവറുകളുടെ കാൽക്കൽ വന്നിട്ടുണ്ട്. നമ്മളും അവരെ പിന്തുടർന്ന് വരുന്നവരാണ്. നമ്മളെല്ലാം വിശ്വസിക്കുന്നു കൊടുക്കാൻ അധികാരമുള്ളവൻ റബ്ബാണ്. പക്ഷേ ആ റബ്ബിൽ നിന്ന് കിട്ടാനുള്ള മാർഗമാണ് സയ്യിദ് മുഹമ്മദ് ഷരീഫിൽ മദനി തങ്ങളെ സിയാറത്ത് ചെയ്യൽ, മദനി തങ്ങളുമായി ബന്ധപ്പെടൽ, ആ മദനി തങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കൽ, ആ മദനി തങ്ങളെ തവസ്സുൽ ചെയ്യൽ. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്ന് കിട്ടാനുള്ള വഴിയാണ്. ഇസ്തിഗാസയും അങ്ങനെ തന്നെയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഈ അനുയായികൾ വെള്ളത്തിന് തേടുന്നു. ഇങ്ങനെ തേടുന്നതിനാണല്ലോ നമ്മൾ ഇസ്തിഗാസ എന്ന് പറയുന്നത്. അതേ, മഹാന്മാരോട് സഹായം തേടുന്നു.
മൂസാ നബിയോട് സഹായം തേടിയപ്പോൾ മൂസാ നബിക്കറിയാം ഞാൻ വെള്ളം പടച്ചു കൊടുക്കാനല്ല ഇത് പറയുന്നത്, കാരണം വെള്ളം സൃഷ്ടിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. സ്രഷ്ടാവ് ഒന്നേ ഉള്ളൂ, പടച്ചവൻ ഒന്നേ ഉള്ളൂ. ഖാലിഖു കുല്ലി ശൈ, എല്ലാം പടക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ഉരുറ്റ് വെള്ളം പടച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് അറിയാം. ചോദിച്ച അനുയായികൾക്കും അറിയാം. ഇനി ആരെങ്കിലും ഒരാൾ ഇവിടെ സയ്യിദ് മുഹമ്മദ് ശരീഫിൽ മദനി തങ്ങളെ മഖ്ബറയിൽ വന്നിട്ട് ഓ മദനി തങ്ങളെ എന്നെ രക്ഷിക്കണേ എന്നൊന്ന് തേടിപ്പോയാൽ ആ തേടുന്ന വ്യക്തിയും വിശ്വസിക്കുന്നു രക്ഷയെ പടക്കുന്നവൻ അല്ലാഹുവാണ്, അല്ലാതെ സൃഷ്ടാവില്ല. മദനി തങ്ങളെ വിളിക്കുന്നത് അല്ലാഹുവിങ്കിൽ നിന്ന് കാവല് കിട്ടാനാണ്, അനുഗ്രഹം ലഭിക്കാനാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരാണല്ലോ സന്മാർഗികളായ അഹ്ലുസുന്നത്തി വൽ ജമാഅ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? മൂസാ നബിയോട് അനുയായികൾ വെള്ളത്തിന് തേടിയപ്പോൾ മൂസാ നബിക്കറിയാം ഞാൻ ഇടപെട്ട് വെള്ളം വാങ്ങിച്ചു കൊടുക്കാനാണ് പറയുന്നത്, കൊടുക്കുന്നത് റബ്ബാണല്ലോ. അതിനാൽ മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനോട് തേടുന്നു. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു വൈദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി, മൂസാ നബി അവരുടെ അനുയായികൾക്ക് വേണ്ടി വെള്ളത്തിന് തേടിയപ്പോൾ അനുയായികൾ മൂസാ നബിയോട് തേടി, മൂസാ നബി അല്ലാഹുവിനോട് തേടുന്നു. പടച്ചവനോട് വാങ്ങിച്ചു കൊടുക്കാനാണല്ലോ മൂസാ നബിയോട് അനുയായികൾ തേടിയത്, ഇടപെടാനാണല്ലോ തേടിയത്, മധ്യവർത്തിയാകാനാണല്ലോ തേടിയത്. സുഹൃത്തുക്കളെ, അങ്ങനെ തേടിയപ്പോൾ അല്ലാഹു പറയാണ് അതെ നിങ്ങളെ കയ്യിലെ വടി കൊണ്ട് ആ പാറക്കല്ലിനൊരടി കൊടുക്കൂ മൂസാ നബിയേ. മൂസാ നബി അലൈഹിസ്സലാം വടി കൊണ്ട് പാറക്കൊരടി കൊടുക്കുന്നു. പാറക്കല്ലിനടിച്ചാൽ സാധാരണ നിലക്ക് വെള്ളം വരുമോ? ഇല്ല എന്നുറപ്പല്ലേ. പക്ഷേ വെള്ളം കൊടുക്കുന്ന റബ്ബിന് പാറയിൽ നിന്ന് വെള്ളം പുറത്തു കൊണ്ടുവരലൊരു പ്രശ്നമാണോ? സുബ്ഹാനല്ലാഹ്. പാറയുടെ ഉള്ളിൽ നിന്ന് മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടപ്പോ വലിയ ഒട്ടകത്തെ പുറത്തു കൊണ്ടുവന്ന റബ്ബല്ലേ. ആ റബ്ബിന് പാറക്കല്ലിൽ നിന്ന് വെള്ളം ഒലിപ്പിക്കൽ ഒരു പ്രശ്നമാണോ? അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞതാണ് മൂസാ നബിയോട്, ഓ മൂസാ നബിയെ പാറക്കല്ലിനൊരടി കൊടുക്കൂ. ഖുർആൻ പറയുന്നു ഫംബജസതി മിൻഹു സിനത അസ്റത ഐനാ, 12 തോടുകളതാ ആ പാറയിൽ നിന്ന് പൊട്ടി ഒലിക്കുന്നു. ഓരോ വിഭാഗം ജനങ്ങളും ഓരോ കുടുംബങ്ങളും അവരവർക്ക് നിശ്ചയിച്ചു കൊടുത്ത അരുവിയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഖുർആൻ പറയുമ്പോൾ നമുക്കെന്ത് മനസ്സിലായി? ഏത് മനുഷ്യനും മനസ്സിലാക്കാം, അമ്പിയാക്കളെ വിളിച്ച് തേടുന്നത് അതേ ഒരിക്കലും തന്നെ അമ്പിയാക്കള് പഠിപ്പിച്ച ആശയത്തിനെതിരല്ല. സന്മാർഗത്തിലേക്ക് നയിച്ച മൂസാ നബി അതിനെ എതിർക്കുന്നില്ല. ആ മൂസാ നബിയെ ഹിദായത്താക്കാൻ വേണ്ടി പറഞ്ഞേച്ച പടച്ച റബ്ബും അതിനെതിരായി ഒന്നും പറയുന്നില്ല. പടച്ച റബ്ബ് വെള്ളം കൊടുക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാമിനോട് പാറ കടിക്കാൻ ആവശ്യപ്പെടുന്നു. വെള്ളം കിട്ടുന്നു. ഇത് ബുഖാരി, അതെ ഇത് ഖുർആനിലെ ആയത്താണെങ്കിൽ നിങ്ങൾ സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കൂ. ബുഖാരിയിൽ കാണാം ഇസ്തഖാ ഇലൈഹിൻ നാസു മിനൽ അത്ശി
സഹാബത്തിന് വല്ലാതെ ദാഹിച്ച് വിഷമിച്ചപ്പോൾ സഹാബികൾ നബിതങ്ങളോട് വെള്ളമില്ലാത്ത വിഷമം നബിതങ്ങളോട് ആവലാതിപ്പെട്ടു. വിഷമം നബിതങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചു. അവർക്ക് നബിതങ്ങൾ മുഖേന വെള്ളം കിട്ടണം. സുബ്ഹാനല്ലാഹ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഇതുപോലെ മറ്റൊരു സംഭവം ബുഖാരിയിലുണ്ട്. അവിടെ പറഞ്ഞ വാചകം ജഹീശൈലിഹിന്നാസു, അതേ ജനങ്ങൾ സഹാബികൾ വന്ന് നബിതങ്ങളോട് സങ്കടത്തോടെ വെള്ളത്തിന് കരയും പോലെ ആവശ്യപ്പെട്ടു. ഓ ജഹിശന്നാസു ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിന്റെ വിരലെടുത്ത് ഒരു ചെറിയ പാത്രത്തിൽ അവിടെ വെച്ചു. നബി നിങ്ങൾക്കറിയാം, ഞാൻ ഇടപെട്ട് അവർക്ക് വെള്ളം ലഭ്യമാക്കി കൊടുക്കാനാണ് അവരെന്നോട് പറഞ്ഞത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യവിടെ വെച്ചപ്പോൾ ഫജഅലൽ മാഉ യഫൂറു മിൻ ബൈനി അസാബിഹി, അവിടുത്തെ കയ്യിന്റെ വിരലിലൂടെ ശുദ്ധജലം നിർഗളിക്കുന്നു, പൊട്ടി ഒലിക്കുന്നു. 100 കണക്കിന് സഹാബികൾ ആ വെള്ളം കുടിക്കുന്നു, വദുവെടുക്കുന്നു, കുളിക്കുന്നു, അവരാവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. സുഹൃത്തുക്കളെ, എന്തേ ഇത് നബിതങ്ങളെ കയ്യിൽ നിന്ന് പൊട്ടി ഒലിച്ച വെള്ളമാണ്. നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനിൽ നിന്ന് പൊട്ടി ഒലിച്ച വെള്ളമല്ല. നമ്മളെ കയ്യിൽ നിന്നൊരു വെള്ളം പൊട്ടി ഒലിച്ചാൽ അത് കുടിക്കാൻ ഒരു മനുഷ്യനെയും കിട്ടൂല. അതുകൊണ്ടൊരാളും ഒതുവെടുക്കൂല, അതുകൊണ്ടൊരാളും കുളിക്കൂല. അത് തൊട്ട സ്ഥലം കഴുകി വൃത്തിയാക്കുകയല്ലേ ചെയ്യുക. പക്ഷേ ഇത് നബിതങ്ങളെ വിരലിന് പൊട്ടി ഒലിച്ച വെള്ളമായതിനാൽ അത് സംസം വെള്ളത്തെക്കാൾ ബഹുമാനമുള്ള വെള്ളമാണ്. ഹൗദുൽ കൗസറിനേക്കാൾ ബഹുമാനമുള്ള വെള്ളമാണ്. അതിനേക്കാൾ ബഹുമാനമുള്ളൊരു വെള്ളം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും പടച്ചിട്ടില്ല. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസ്ഹാബിഹിൻ നബിയിൽ മുത്തബഅ. നബിതങ്ങളെ കൈവിരലിലൂടെ പൊട്ടി ഒലിച്ച വെള്ളം, ഏറ്റവും ശ്രദ്ധയുള്ള വെള്ളം. ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് വെള്ളം കിട്ടാഞ്ഞിട്ട് സഹായം തേടുന്നു. നബിതങ്ങൾ മഅ്ജിദത്ത് മുഖേന വെള്ളം കൊടുക്കുന്നു. ആ കൊടുക്കുന്നതും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കൊടുതിയാണ്. അത് നബിതങ്ങൾ മുഖേന അള്ളാഹു തആല കൊടുക്കുകയാണ്. എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും അള്ളാഹു തന്നെ. അവൻ പലരും മുഖേനയും പലതും കൊടുക്കുന്നു. 5000 മലക്കുകളെ ബദറിൽ അള്ളാഹു ഇറക്കി കൊടുത്തു. എന്തിന്? ബദരീങ്ങളായ മനുഷ്യരെ സഹായിക്കാൻ. 5000 മലക്കുകളും ബദരീങ്ങൾ തന്നെയാണ്, പക്ഷേ അത് മലക്കുകളായ ബദരീങ്ങൾ. 5000 മലക്കുകളെ ഇറക്കി കൊടുത്തു. യുംദിദുകും ബിഖംസതി ആലാഫിൻ മിനൽ മലായിക. 5000 മലക്കുകളെ ഇറക്കി സഹായിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് റബ്ബെന്ത് പറഞ്ഞു? മാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും. അത് നിങ്ങൾക്ക് സന്തോഷത്തിന് വേണ്ടി അല്ലാഹു ആക്കി തന്നതാണ്. വലിതത്മഇന്ന ഖുലൂബുകും ബിഹി. നിങ്ങളെ മനസ്സിന് സമാധാനം കിട്ടാൻ ഇറക്കി തന്നതാണ്. വല്ലാത്തൊരു പ്രശ്നം മനസ്സിലുള്ള സമയത്ത് അതേ മദനിത്തങ്ങളെ മഖ്ബറയിൽ വന്ന മനസ്സിനൊരു സമാധാനം, താജുൽ ഉലമയെ കണ്ട് പറഞ്ഞാൽ മനസ്സിനൊരു സമാധാനം, ഒരു മഹാപണ്ഡിതനെ കണ്ട് പറഞ്ഞാൽ മനസ്സിനൊരു സമാധാനം അനുഭവിക്കാറില്ലേ? ഇതുപോലെ അള്ളാഹ് പറയുന്ന മലക്കുകളെ പറഞ്ഞയച്ചത് എന്തിനാണ്? ബദരീങ്ങൾക്ക് മനസ്സമാധാനത്തിനാണ്, സന്തോഷത്തിനാണ്. സഹായിക്കുന്നവൻ ആരാണ്? യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ, ആത്യന്തികമായി സഹായിക്കുന്നവൻ. അള്ളാഹ് പറയുന്നു, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. സഹായം അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. അല്ലാഹുവിന്റെ സഹായം മലക്കുകൾ മുഖേന കിട്ടുകയാണ്. അല്ലാഹുവിന്റെ സഹായം മലക്കുകൾ മുഖേന അല്ലാഹു തആല കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതുപോലെ എത്രയെത്ര ആയത്തുണ്ട് ഖുർആനിൽ.
അല്ലാഹു തആല പറയുന്നു ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാതക സകനുൽ ലഹും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി സകാത്ത് നിർബന്ധമാക്കപ്പെട്ടു ഹിജ്റയുടെ 2-ാം വർഷം. അതിനു മുമ്പ് തന്നെ നിർബന്ധമായ സദഖ അല്ലെങ്കിൽ സകാത്ത് കൊടുക്കൽ നിർബന്ധമുണ്ടായിരുന്നുവെങ്കിലും കൃത്യമായി ഓരോ ധനങ്ങളുടെയും കണക്കും കൃത്യമായ വിഷയങ്ങളുമൊക്കെ 2-ാം കൊല്ലത്തിലാണ് എത്തിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് പല കിതാബുകളിൽ 2-ാം കൊല്ലത്തിൽ സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറഞ്ഞത്, ഹിജ്റയുടെ 2-ാം കൊല്ലം. എന്നാൽ ആ സക്കാത്ത് എങ്ങനെയാണ് കഴിവുള്ളവർ കൊടുത്തിരുന്നത്? ജമാഅത്തുകാരും മുജാഹിദുകളും പറയും പോലെ ഏതെങ്കിലും കമ്മിറ്റിയെ കൊണ്ടുപോയി ഏൽപ്പിച്ചതല്ല. പിന്നെ അവർ സ്വന്തമായി തന്നെ കൊടുത്തു. അങ്ങനെ ഹിജ്റ 9-ാമത്തെ കൊല്ലം വരെ അങ്ങനെ സക്കാത്ത് കൊടുത്തു വന്നു. ഇപ്പോൾ പുത്തൻവാദികൾ വാദിക്കുന്നുണ്ട് സക്കാത്ത് കമ്മിറ്റി കൊടുത്താലേ ശരിയാവുള്ളൂ. കടുത്ത ധിക്കാരമാണ്. അള്ളാഹുവിന്റെ ദീൻ അട്ടിമറിക്കുകയാണ്. വാസ്തവത്തിൽ പറയേണ്ടത് ഈ പുത്തൻവാദികളെ കമ്മിറ്റിക്ക് കൊടുത്താൽ സഹീഹാവൂല, വീടൂല എന്നാ പറയേണ്ടത്. കാരണം അവർക്ക് മതത്തിന്റെ ഒരു നിയമവും ഇല്ല, എല്ലാം കളഞ്ഞു കുളിച്ചവരാണ് അവർ. അതിനുവേണ്ടി ഏത് കളവും അവർ പറയും. ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ മീസാനുൽ കുബ്ര എന്ന കിതാബിൽ ഇമാം ഷഅറാനി പറഞ്ഞു, അജ്മഅത്തിൽ അയിമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും യോജിച്ചിരിക്കുന്നു. എന്താണ് യോജിച്ചത്? അലാ അന്നഹു ലാ യജൂസു സർഫു സകാത്തി ലിഇമാറതി മസ്ജിദിൻ വതജ്ഹീസ് ജനാസ. പള്ളി നിർമ്മാണത്തിന് വേണ്ടി സക്കാത്ത് എടുക്കാൻ പറ്റൂല, കൊടുക്കാൻ പറ്റൂല. ജനാസ സംസ്കരണത്തിന് വേണ്ടി സക്കാത്ത് എടുക്കാൻ പറ്റൂല, കൊടുക്കാൻ പറ്റൂല. 4 മദ്ഹബിലെയും ഇമാമിങ്ങൾ യോജിച്ചിരിക്കുന്നു. ലാ യജൂസു, അനുവദനീയമാവില്ല. അതിന് നമ്മളെ സെലഫികൾ എന്ത് ചെയ്തു എന്നറിയോ? കേരളത്തിൽ ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തില് അവരെന്ത് ചെയ്തു? അവിടെ ഇമാം ഷഅറാനിയുടെ ഈ ഉദ്ധരണി കൊടുക്കുമ്പോ ലാ യജൂസു എന്ന സ്ഥലത്ത് ലാ, നോ എന്ന അക്ഷരം അങ്ങ് എടുത്തു കളഞ്ഞു. എന്നിട്ട് യജൂസു എന്നാക്കി മാറ്റിയിട്ട് ഉദ്ധരണി കൊടുത്തിട്ട് ആളുകൾക്ക് പഠിപ്പിച്ചു, അവരനുയായികൾക്ക് പഠിപ്പിച്ചു സകാത്ത് പള്ളിക്ക് കൊടുക്കൽ ജായിസാണെന്നാണ് 4 മദ്ഹബും എന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ വഞ്ചിക്കണമെങ്കിൽ മനസ്സ് തീരെ ഈമാനില്ലാതിരിക്കണ്ടേ? അത് മുജാഹിദ് സെന്ററിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണുള്ളത്. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഒരു നിലക്കും ഈ സലഫി മൗലവിമാരെയും ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിമാരെയും വിശ്വസിച്ച് നിങ്ങൾ നരകത്തിലേക്ക് പോകരുത് കേട്ടോ. അല്ലാഹു നമുക്ക് സ്വർഗത്തിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. അവർക്ക് അല്ലാഹുവിനെ ഒരു പേടിയില്ല. 4 മദ്ഹബിലും ജായിസ് ഔല എന്നാണ് കിതാബിലുള്ളത്. അതാണ് ലാ ഒഴിവാക്കിയിട്ട് യജൂസു ജായിസാകും എന്നാക്കി മാറ്റിയിട്ട് പുസ്തകത്തിൽ എഴുതി പഠിപ്പിച്ചത്. അവരങ്ങനെയാണ് ജനങ്ങളെ വഞ്ചിക്കാറുള്ളത്, എപ്പോഴും വഞ്ചിക്കാറുള്ളത് അങ്ങനെ തന്നെയാണ്. സുഹൃത്തുക്കളെ, ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നമ്മുടെ സന്മാർഗം നമ്മൾ മുറുകെ പിടിക്കണം. അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത്. എന്നാൽ ഹിജ്റ 9-ാമത്തെ വർഷം തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ സഹാബികളിൽ കുറഞ്ഞ ആളുകൾ യുദ്ധത്തിന് പങ്കെടുക്കാതെ മാറി നിന്നു. ഒരു രാഷ്ട്രത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി രാഷ്ട്രത്തിന്റെ എതിർഭാഗത്തുള്ള രാഷ്ട്രവുമായി യുദ്ധം ചെയ്യുക എന്നത് അനിവാര്യമാകുന്ന ഒരു കാര്യമല്ലേ? അതുകൊണ്ടല്ലേ ഇന്ത്യ രാജ്യം ഇപ്പോൾ പാകിസ്ഥാനിന്റെ ഉള്ളിലേക്ക്
മിസൈല് വിട്ടു. എന്തുകൊണ്ട്? അനിവാര്യമാണെന്ന് ഇന്ത്യ രാജ്യത്തിന് തോന്നി. അതുകൊണ്ടല്ലാതെ ഇന്ത്യ രാജ്യം ഒരു കടന്നാക്രമണം നടത്തിയതല്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആവശ്യമുണ്ടാകുമ്പോൾ യുദ്ധം നടത്തേണ്ടി വരുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യുദ്ധങ്ങളൊക്കെ അങ്ങനെയാണ്. ഒരിക്കലും അത് തീവ്രവാദമാണെന്നോ ഭീകരവാദമാണെന്നോ ഒരാളും തെറ്റിദ്ധരിച്ച് ദുർമാർഗിയായി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഭരണാധികാരിയാണ്. ആ മദീനയിൽ പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയാണ്. ആ നബി തങ്ങളെ മദീനയിൽ ജീവിക്കാൻ അനുവദിക്കാത്ത വിധം ശത്രുക്കൾ മക്കയിൽ വെച്ച് മക്കാ നിവാസികളായിരുന്ന മുഹാജിറുകളുടെ സ്വത്തുക്കൾ കൈവശം വെക്കുകയും അത് പിടിച്ചെടുക്കുകയും അത് കച്ചവടം ചെയ്ത് കൂടുതൽ പണം സമ്പാദിച്ച് കൊഴുപ്പ് കൂട്ടി മദീനയെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യുമ്പോഴാണ് ബദർ യുദ്ധത്തിന്റെ ചരിത്രം തുടങ്ങുന്നത്. അവരെ പരാജയപ്പെടുത്താതെ മദീന എന്ന രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. ഇതേപോലെ തബൂക്കിലും യുദ്ധം നടത്തേണ്ട സാഹചര്യമുണ്ടായി. ആ യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ കുറച്ച് ആളുകൾ അതിൽ പോകാതെ മാറി നിന്നു. അത് യഥാർത്ഥത്തിൽ വലിയ മോശമായി. പക്ഷേ അവർ സഹാബികളാണ്. അവർക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, അവര് അതിനെന്തോ പേടിച്ചിട്ടോ മടിച്ചിട്ടോ അവര് പോയില്ല. അവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപടി സ്വീകരിച്ചു. എങ്ങനെയാണ് നടപടി? അതേ സന്മാർഗത്തിൽ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കാതിരിക്കുമ്പോ അവരെ ബഹിഷ്കരിച്ചുകൊണ്ട് നടപടി. അതാണല്ലോ ഇപ്പോഴും നമ്മുടെ ഇമാമിങ്ങളെ കിതാബിലൊക്കെ കാണുന്നു, ഇമാമിന്റെ അദ്കാറിൽ കാണുന്നു, ഇമാം ബുഖാരി പഠിപ്പിച്ചതായി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ എല്ലാ കിതാബിലും ഫത്ഹുൽ മുഈൻ അടക്കം എല്ലാ കിതാബിലും കാണുന്നു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ രേഖപ്പെടുത്തുന്നു, വത്തിഫാഖി സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മുൻഗാമികളായ 3 നൂറ്റാണ്ടിൽ ജീവിച്ച സഹാബികളും താബീങ്ങളും തബഉ താബീങ്ങളും ഇമാമീങ്ങളും എല്ലാവരും യോജിച്ചിരിക്കുന്നു അലാ ദമ്മിൽ മുബ്തദിഅതി, പുത്തനാശയക്കാരെ ആക്ഷേപിക്കണം എന്ന വിഷയത്തിൽ, വമുഹാജറതിഹിം, അവരുമായി വിട്ടുനിൽക്കണം എന്ന വിഷയത്തിൽ, വഖത്ഇ സുഹബതി മഅഹും, അവരോട് സഹവസിക്കാൻ പാടില്ല, സഹവാസം മുറിച്ചു കളയണം എന്ന വിഷയത്തിൽ ഒരു ഇമാമിനും ഒരു സഹാബിക്കും തർക്കമില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഈ അടുത്ത് കർണാടകയിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു ക്ലിപ്പ് കേട്ടു. അതിൽ അദ്ദേഹം പറയുന്നത്, പുത്തൻവാദികളുമായി നല്ല ബന്ധം പുലർത്തുന്നതിന് ഇവിടെ നല്ല മനുഷ്യന്മാരാരും തങ്ങന്മാരും മൊയ്ലിയാന്മാരാരും അതിനെ എതിർക്കുന്നില്ല, വെറുതെ ചിലർ പറയാണ്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു വെറുതെ പറഞ്ഞതാ. സർവ്വ സഹാബികളും സർവ്വ ഇമാമിങ്ങളും ഒരാൾക്കും തർക്കമില്ല, അത്തരം ആളുകളുമായി വിട്ടുനിൽക്കണം എന്നതിൽ തർക്കമില്ല. കിതാബുൽ മുസ്തഫ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കിതാബുൽ മുസ്തഫ എന്ന് പറയുന്ന കിതാബ് ഞാൻ പള്ളി ദർസിൽ ഓതുന്ന സമയത്ത് ആ പള്ളി ദർസ് നടന്ന നാട്ടുകാരനായ ഒരാളെടുത്ത് എഴുതി കൊടുത്തിട്ട് മക്കയിൽ നിന്ന് വരുത്തിയതാ. വരുത്താൻ്റെ കാരണം എന്ന് പറയുന്നത്, കാരണം ഞാൻ സലഫികൾ ഒരു ബുക്ക് വായിച്ചു, തഖ്ലീദ് ഒരു പഠനം എന്നാണ് അതിന്റെ പേര്. ആ പുസ്തകത്തിൽ പറയുന്നു, ഇമാമിങ്ങളെ പിന്തുടരുന്നതിന് തഖ്ലീദ് എന്ന് പറയുമല്ലോ നമ്മള്. അങ്ങനെ ശാഫി ഇമാമിനെ പിന്തുടർന്നവരാണ് ശാഫി മദ്ഹബുകാര്, അബൂ ഹനീഫ തങ്ങളെ പിന്തുടർന്നവരാണ് ഹനഫി മദ്ഹബുകാര്. അങ്ങനെ സ്വീകരിക്കുന്നത് കടുത്ത തെറ്റാണ്, ഇമാമിങ്ങളെ സ്വീകരിക്കാൻ പാടില്ല എന്ന് ആ പുസ്തകത്തിൽ കാണുന്നു. അതിന് അവർ ഉദ്ധരിക്കുന്നത് കിതാബുൽ മുസ്തസ്ഫ എന്ന ഗസാലി ഇമാമിന്റെ കിതാബാണ് അവർ ഉദ്ധരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി, അങ്ങനെ ഗസാലി ഇമാം പറയൂലല്ലോ, കാരണം ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ശാഫി ഇമാമിനെ പിന്തുടർന്ന ആളാണ്. പിന്നെ എങ്ങനെ ശാഫി ഇമാമിനെ പിന്തുടരാൻ പാടില്ല എന്ന് പറയും? അത് പറയൂലല്ലോ. നമ്മള്
പോത്ത് പറ്റൂ എന്ന് പറയുമ്പോൾ കയറെടുക്കാൻ പറ്റുമോ? പോത്ത് പ്രസവിക്കുമോ നോക്കണ്ടേ? എരുമയല്ലേ പ്രസവിക്കുള്ളൂ, പോത്ത് പ്രസവിക്കൂലല്ലോ. നിങ്ങളിവിടെ പോത്ത് പ്രസവിക്കാറുണ്ടോ? ഒരു കാര്യം ശരിയാകണമെങ്കിൽ നമുക്ക് വെറുതെ അല്ലാഹു ബുദ്ധി തന്നത്. ഞാൻ ആ കിതാബ് ഒന്ന് പരിശോധിക്കണം എന്ന് എനിക്ക് തോന്നി. ഞാൻ പള്ളി ദർസിൽ പോകുന്ന സമയമാണ്, മർക്കസിലും കൂടി പോയിട്ടില്ല. ഞാൻ അന്ന് ആ കിതാബ് വരുത്തി പരിശോധിച്ചു. അപ്പൊ നോക്കുമ്പോ ഈ മൗലവിമാര് സാധാരണക്കാരെ കടുത്ത വഞ്ചന ചതി നടത്തിയതാ. ഇമാം അതിൽ പറയുന്നത് എന്താണ്? അല്ല ഇമ്മത്തു കന്നുജൂം, ഇമാമിങ്ങൾ നക്ഷത്രങ്ങൾ പോലെയാണ്. ഏത് ഇമാമിനെ പിന്തുടർന്നാലും അവൻ സന്മാർഗിയാണ്. ഹനഫി മദ്ഹബുകാരനും ശാഫിഈ മദ്ഹബുകാരനും മാലികി മദ്ഹബുകാരനും ഹംബലി മദ്ഹബുകാരനും ഏത് ഇമാമിനെ പിന്തുടർന്നവരും സന്മാർഗിയാണ്. ഇങ്ങനെയാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അതിൽ പറഞ്ഞത്. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ അത് മൂടി വെച്ചിട്ട് വേറൊരു വിഷയം സംസാരിച്ചതിനെ സംബന്ധിച്ച് എടുത്ത് ഉദ്ധരിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു അവർ. എന്നാ കിതാബ് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇന്നും കിതാബ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, വെറുതെയല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാമിയത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മുതഅല്ലിമീങ്ങൾക്ക് വളരെ കൃത്യമായ രൂപത്തിൽ ഇൽമു പഠിപ്പിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ അതിനുള്ള കൃത്യമായ സംവിധാനം ഉണ്ടാക്കിയപ്പോൾ, ജാമിയത്തുൽ ഹിന്ദ് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ സിലബസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന മീറ്റിംഗിൽ കോടമ്പഴ മഹാനായ ബാബ ഉസ്താദുണ്ട്. 100 ചില്ലാനം കിതാബ് എഴുതിയ പണ്ഡിതനാണത്. കലമുൽ ഇസ്ലാം ബാബ മുസ്ലിയാർ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ബാബ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കോടമ്പഴ ഒരുമിച്ച് കൂടിയപ്പോ ഞാൻ അവിടുന്ന് പറഞ്ഞു, അതേ ഇജ്തിഹാദ് തഖ്ലീദിന്റെ ഭാഗം കിതാബുൽ മുസ്തസ്ഫ എന്ന ഗ്രന്ഥം നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുക്കാൻ സിലബസിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ്. ആ അഭിപ്രായം സ്വീകരിക്കപ്പെടുകയും ചെയ്തു. ഞാനിത് പറയാൻ കാരണം, സുഹൃത്തുക്കളെ, ജനങ്ങളെ വഞ്ചിക്കുകയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. സാധാരണക്കാരതിൽ പെട്ടുപോവുകയാണ്. വളരെ സങ്കടം തോന്നുകയാണ്. സുബ്ഹാനല്ലാഹ്, വിഷം കലക്കിയ വെള്ളം സാധാരണക്കാരിങ്ങനെ കുടിക്കുമ്പോൾ ആ വെള്ളം ലാബിൽ കൊണ്ടുപോയി ശരിക്ക് പരിശോധിച്ചിട്ട് അതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലായ ഡോക്ടർ ആ വെള്ളം കുടിക്കല്ലേ എന്ന് പറയുമ്പോ ആ ഡോക്ടറെ കുറ്റം പറയുന്നതിന് പകരം ആ വെള്ളം അങ്ങ് മാറ്റിവെക്കുന്നതല്ലേ ബുദ്ധി. സുഹൃത്തുക്കളെ, ഈ സലഫികളുടെയും ജമാഅത്തുകാരുടെയും തബ്ലീഗുകാരുടെയും വ്യാജ തരീഖത്തുകാരുടെയും ഒരുപാട് പുസ്തകങ്ങൾ ഒരു റൂം നിറയെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. പഠിച്ചിട്ട് തന്നെയാണ് ഇന്നേ വരെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ അങ്ങനെയാണ് പറയാൻ പോകുന്നതും. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ആലോചിക്കണം. ആ കിതാബുൽ മുസ്തസ്ഫ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതാണ്. സഹാബികളടക്കം സലഫു സാലിഹീങ്ങൾ മുഴുവനും ഒരുപോലെ അഭിപ്രായപ്പെട്ടു, സുന്നിയല്ലാത്ത കക്ഷികളുമായി ബന്ധം പാടില്ല. നമ്മുടെ മകളെ അവന് വിവാഹം കഴിച്ചു കൊടുക്കണ്ട, അവനെ തുടർന്ന് നിസ്കരിക്കണ്ട, അതേപോലെ അവനുമായി ബന്ധം വേണ്ട. അതൊരു നടപടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ കൂടെ പോകാൻ തയ്യാറില്ലാതിരുന്ന കുറഞ്ഞ സഹാബികൾ, ആ സഹാബികൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരൊന്നുമല്ല, അവര് സഹാബികൾ തന്നെയാണ്. പക്ഷേ അവരുടെ പേരിൽ നടപടി വേണമല്ലോ. നബി തങ്ങൾ അവരെ ബഹിഷ്കരിച്ചു. അവർക്ക് സലാം പറയണ്ടെന്ന് പ്രഖ്യാപിച്ചു. നബി തങ്ങൾ സലാം പറയാതിരുന്നു. അവരുമായി മിണ്ടണ്ട റസൂലുള്ള പ്രഖ്യാപിച്ചു. ആ ഹദീസാണ് ഇമാം ബുഖാരി സുന്നിയല്ലാത്തവർക്ക് സലാം പറയണ്ട എന്നതിന് തെളിവുദ്ധരിക്കുന്നത് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ പറഞ്ഞത് കാണാം. സുഹൃത്തുക്കളെ, അവര് അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു. ഞങ്ങൾ പോകാത്തത് മോശമായി എന്ന നിലക്ക് വല്ലാതെ തൗബ ചെയ്തു. അങ്ങനെ തൗബ ചെയ്തുകൊണ്ട് അവർ പൊട്ടിക്കരഞ്ഞു.
അവരെന്ത് ചെയ്തു? അവരുടെ സ്വന്തം ശരീരം പള്ളിയുടെ തൂണിനോട് പിടിച്ച് അവര് തന്നെ കെട്ടി. ഞങ്ങളെ തൗബ അല്ലാഹ് സ്വീകരിച്ചു എന്നതിന് ഉറപ്പ് കിട്ടിയാലേ ഞങ്ങൾ ഇവിടുന്ന് പുറത്തു പോകുന്നുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു. അവരങ്ങനെ പള്ളിയുടെ തൂണിനോട് ശരീരം പിടിച്ചു കെട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവരുടെ തൗബ സ്വീകരിച്ചതായി പടച്ചവനായത്തിറക്കി. അതുകൊണ്ടുമല്ലേ സൂറത്തു തൗബ എന്ന് പറയുന്നൊരു സൂറത്ത് തന്നെ ഖുർആനിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൗബ സ്വീകരിച്ചതെന്ന് ആയത്ത് കിട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ റസൂലുള്ള ഞങ്ങളെ കെട്ടഴിച്ച് വിട്ടാലേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന നിലക്ക് അവരിങ്ങനെ കാത്തിരുന്നതാണ്. നബി തങ്ങൾ അവരെ അഴിച്ചു വിടുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ പറഞ്ഞു, നബിയേ ഇസ്തഗ്ഫിർ ലനാ, ഞങ്ങളെ ദോഷം പൊറുക്കാൻ തങ്ങൾ ഒന്ന് പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യണേ. സുബ്ഹാനല്ലാഹ്. പുത്തൻവാദികൾ പറയാറുള്ളത് എങ്ങനെയാണ്? ദോഷം പൊറുക്കാൻ അല്ലാഹുവിനോട് ഡയറക്റ്റ് പറയല്ലാതെ അങ്ങനെ ഒരു മധ്യവർത്തി വേണ്ടാന്നല്ലേ പറയാറുള്ളത്. സഹാബികൾ അതാ നബി തങ്ങളോട് പറയുന്നു, ഇസ്തഗ്ഫിർ ലനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ദോഷം പുറത്തു കിട്ടാൻ പടച്ചവനോടൊന്ന് റെക്കമെൻഡ് ചെയ്യണേ നബിയേ. നബിയേ, ഞങ്ങളുടെ സകാത്ത് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആ സമയത്ത് നബിതങ്ങൾ എന്ത് പറഞ്ഞു? നബിതങ്ങൾ പറഞ്ഞു, മാ ഉമിർതു അൻ ആഖുദ സദഖാതികും, നിങ്ങളുടെ സകാത്ത് വാങ്ങാൻ പടച്ചവൻ എന്നോട് കൽപ്പിച്ചിട്ടില്ല. ഭരണാധികാരി ആയിട്ട് പോലും നബിതങ്ങൾ അവിടുന്ന് സകാത്ത് സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ അല്ലാഹു ഇറക്കിയ ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. എന്താണ് ആയത്ത്? ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. നബിയേ, തങ്ങൾ വാങ്ങിക്കോളൂ, അവരുടെ സ്വത്തിൽ നിന്ന് സകാത്ത് വാങ്ങിക്കോളൂ. ആ സകാത്ത് വാങ്ങിക്കൊണ്ട് നബിയെ അവരെ തങ്ങൾക്ക് സംസ്കരിക്കാം, ശുദ്ധീകരിക്കാം. അതിൻ്റെ പുറമേ അവര് പറഞ്ഞില്ലേ തങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്തു കൊടുക്കൂ നബിയേ. അവരെ പാപം പൊറുക്കാൻ തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യൂ നബിയേ. വസല്ലി അലൈഹിം ഇന്ന സലാത്തക സകനുൻ ലഹും, തങ്ങളുടെ ദുആ, തങ്ങളെ പ്രാർത്ഥന അവർക്ക് സമാധാനമാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാൻ ഖുർആൻ പറയുകയാണ്. എന്നാൽ ഖുർആനിൽ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് കൃത്യമായി തന്നെ കാണാം, വ്യക്തമായി തന്നെ കാണാം, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും അവരെ ദോഷം പൊറുക്കാൻ വേണ്ടി തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ നബിയേ. ആ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം, വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്കാർക്കെങ്കിലും പറയാൻ കഴിയുമോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല? ഈ പാവപ്പെട്ട എനിക്കൊരിക്കലും അങ്ങനെ പറയാൻ ധൈര്യമില്ല. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് തരണേ അല്ലാഹ്. പക്ഷെ ഒരു കാര്യം പറയാൻ ധൈര്യമുണ്ട്. അതെന്താണ്? അല്ലാഹുവിന്റെ ദീൻ ജനങ്ങളോട് പറയുമ്പോൾ നമുക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. 45 വർഷമായി അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. ഇന്നേവരെ ഹഖാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെ ഇല്ലാതെ വിമർശിച്ചിട്ടില്ല. അത് ധൈര്യത്തോടെ പറയാൻ കഴിയും. മനഃപൂർവ്വം ഒരു തെറ്റും ആളുകളെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ വ്യക്തി ജീവിതത്തിൽ അല്ലാഹു കൽപ്പിച്ചതെല്ലാം എടുത്തു ജീവിച്ച ഒരു മഹാനാണ് ഞാനെന്നോ
അല്ലാഹു വിരോധിച്ചതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെന്നോ, അങ്ങനെ ഒരു അവകാശവാദം പറയാൻ എനിക്ക് കഴിയില്ല, നമുക്കാർക്കും കഴിയില്ലെന്നതല്ലേ ശരി. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെയും നീ മാപ്പ് തരണേ അല്ലാ. തെറ്റ് ചെയ്തു പോയവർ എന്ത് വേണം? ഖുർആൻ പറയുന്നു, വലൗ അന്നഹും ളലമൂ അൻഫുസഹും ജാഊക, തെറ്റ് ചെയ്തു പോയവർ തങ്ങളെ സമീപിക്കട്ടെ. ഓ നബിയെ, തങ്ങളെ സമീപിക്കട്ടെ. ചിലർ ചോദിക്കുന്നു, തെറ്റ് ചെയ്തതിന് ഞാനെന്തിനാ മഖബറയിൽ പോകുന്നത്, ഞാനെന്തിനാ മദീനത്ത് പോകുന്നത്, ഞാനെന്തിനാ നബിയുടെ ഖബറിന്റെ അടുക്ക പോകുന്നത്? ഓ മനുഷ്യ, അല്ലാഹു പറയാണ്, ജാഊ, അതാ റസൂലുള്ളാഹിന്റെ അടുക്കൽ വരട്ടെ. ഇത് വഫാത്തിന് മുമ്പും ശേഷം അങ്ങനെയൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. കാരണം വഫാത്തിന് മുമ്പും അല്ലാഹുവിന്റെ റസൂലാണ്, ശേഷവും അല്ലാഹുവിന്റെ റസൂലാണ്. 5 നേരവും വിളിച്ചു പറയുന്നില്ലേ പള്ളിയിൽ നിന്ന്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്? എന്താണ് അതിന്റെ അർത്ഥം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് അല്ലാഹുവിന്റെ റസൂലായിരുന്നു എന്നാണോ? അല്ല. പിന്നെ എന്താണ് അർത്ഥം? അള്ളാഹുവിന്റെ റസൂലാണ്. മുഹമ്മദ് നബി അള്ളാഹിന്റെ റസൂലാണ്, എന്നും അള്ളാഹുവിന്റെ റസൂലാണ്, ഇന്നും റസൂലാണ്, നാളെയും റസൂലാണ്, എന്നും റസൂലാണ് എന്നല്ലേ അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, ജാഊക്ക്, ഓ നബിയെ, തങ്ങളെ സമീപത്ത് വരട്ടെ. എന്നിട്ടോ, വലൗ അന്നഹും ളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്, തങ്ങളെ സമീപത്ത് വന്നിട്ട് അവർ പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കട്ടെ, മാപ്പ് പറയട്ടെ. തങ്ങളെ സമീപത്ത് വന്നിട്ട് മാപ്പ് പറയട്ടെ. സുബ്ഹാനല്ലാഹ്. അതേ, വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പോരാ, കഴിയുമെങ്കിൽ അവിടുത്തെ മുന്നിൽ തന്നെ വന്ന് പറയണം. ഇല്ലെങ്കിൽ മനസ്സിൽ നബി തങ്ങളെ ഓർമ്മിച്ച് ഹംദും സലാത്തും ചൊല്ലി പറയണം. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ അല്ലാഹു പറയാണ്, ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. തങ്ങളെ സമീപിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ തഫ്സീർ ഹാഫിദ് ഇബ്നു കതീർ തഫ്സീറിൽ പറയാണ്, വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, അവരെ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ അവർ നബിയോട് ആവശ്യപ്പെടുകയും ചോദിക്കുകയും ചെയ്യട്ടെ. നബി തങ്ങളോട് ചോദിക്കണം, പറയണം, എൻ്റെ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി അവിടുന്ന് റെക്കമെൻഡ് ചെയ്യണേ എന്ന് ആവശ്യപ്പെടണം. അത് തന്നെയല്ലേ ഇസ്തിഗാഥ, സഹായം തേടൽ. ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി നബി തങ്ങളെ സഹായം വേണം, അത് തേടണമെന്ന് ഖുർആൻ. എന്നിട്ടല്ല പറയുന്നു, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. അതോടുകൂടെ തന്നെ അല്ലാഹു പറഞ്ഞേച്ച അവന്റെ റസൂലിനോടല്ലേ അവര് തേടിയത്. ആ അല്ലാഹു പറഞ്ഞേച്ച അവന്റെ റസൂല് അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്താൽ, അതും കൂടി ഉണ്ടായാൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അള്ളാഹു അവർക്ക് ദോഷം പുറത്തു കൊടുത്തവനായി അവർക്ക് എത്തിക്കാൻ കഴിയും. അല്ലാഹു ദോഷം പുറത്തു കൊടുക്കും. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ ജാഊ, നബിയുടെ സമീപത്ത് വന്നാൽ, ജാഊ മൻ ഖസ്സഹുല്ലാഹു ബിരിസാലതിഹി, അല്ലാഹു റസൂലാക്കി പ്രത്യേകത കൊടുത്ത ആളുടെ അടുക്കലാണ് അവർ വരുന്നത്, ഒരു സാധാരണക്കാരന്റെ അടുക്കലല്ല. വഅക്രമഹു ബിവഹീഹി, അല്ലാഹു വഹീ കൊടുത്ത് ബഹുമാനിച്ച നബിയുടെ സമീപത്താണ് വരുന്നത്, ഒരു സാധാരണക്കാരന്റെ അടുക്കലല്ല. വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ അല്ലാഹു മധ്യവർത്തിയാക്കി വെച്ച ആളുടെ അടുക്കലാണ് വരുന്നത്. അൽഹംദുലില്ലാഹ്. നമ്മുടെ അത് പറയാനുള്ള നമ്മുടെ കളസ സഖാഫി, അല്ലാഹു അദ്ദേഹത്തിന് നമ്മുടെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർക്കൊക്കെ നന്നായി ദീൻ പറയാനുള്ള തൗഫീഖും ഹിമ്മത്തും കഴിവും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇരുന്നോളല്ലേ. ഓ സുഹൃത്തുക്കളെ, വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, ഇമാം റാസി ആയത്തിന്റെ തഫ്സീറിൽ പറയാണ്, പടപ്പുകളുടെയും പടച്ചവന്റെയും ഇടയിൽ അല്ലാഹു വെച്ച മധ്യവർത്തിയുടെ സമീപത്താണ് ചെല്ലുന്നത്.
സുബ്ഹാനല്ലാഹ്. ഈ സലഫികളും ജമാഅത്തുകാരൊക്കെ പറയുന്നു അങ്ങനെ ഒരു ഇടനിലക്കാരൻ വേണ്ട, ഒരു മധ്യവർത്തി വേണ്ട. വേണ്ടാന്ന് ഇവരാ തീരുമാനിക്കേണ്ടത്, വേണോ വേണ്ടെന്ന് അള്ളയല്ല തീരുമാനിക്കേണ്ടത്. അള്ള പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡ് തേടാൻ വരട്ടെ, തേടട്ടെ, എന്നിട്ട് നബി തങ്ങൾ റെക്കമെൻഡ് ചെയ്യട്ടെ. അങ്ങനെ ചെയ്താൽ അള്ളാഹ് വെറുത്തു കൊടുക്കുമെന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നു. മൗലവിമാര് പറയുന്നു പടച്ചവൻ അങ്ങനെ തീരുമാനിച്ചാലും അതൊന്നും അംഗീകരിക്കാൻ നമ്മളെ കിട്ടൂല. അങ്ങനെയാണെങ്കിൽ പറയാനുള്ളത് വേറൊരായത്താണ്. അല്ലാഹു പറയുന്നു വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അല്ലാഹു പറയാണ് ഖുർആനില്, ഒരു ഈമാനുള്ളവന് പറ്റൂല, ഈമാനുള്ളവൾക്ക് പറ്റൂല. ഇദാ ഖലല്ലാഹു റസൂലുഹു അംറൻ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരെ വകയിൽ ഒരു ചോയ്സ് പറ്റൂല, അവരെ വകയിൽ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റൂല. അല്ലാഹുവും റസൂലും എടുത്ത തീരുമാനം അംഗീകരിക്കണം. വമൻ യസില്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും വല്ലവനും ധിക്കരിച്ചാൽ, എതിര് ചെയ്താൽ, ഫഖദ് ളല്ല ളലാലൻ മുബീനാ, അവൻ വല്ലാത്ത വളരെ 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 വ്യക്തമായ പിഴവ് പിഴച്ചു കഴിഞ്ഞു പോയി നബിയേ. ഇതുകൊണ്ട് തന്നെയല്ലേ മുസ്ലിമീങ്ങളെ ഖുർആൻ നിങ്ങളൊന്ന് മറിക്കൂ, അതിൽ നിങ്ങൾക്ക് 3 സൂറത്തുകൾ വേറെ തന്നെ കാണാം. ഒരു സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. അതിൽ മുഅ്മിനീങ്ങളെ ലക്ഷണം പറയുന്ന സൂറത്താണ്. കൃത്യമായി നിസ്കരിക്കണം മുഅ്മിനീങ്ങളെ, കൃത്യമായി നിസ്കരിക്കണം മുഅ്മിനാത്തുകളെ, പരമാവധി ഭക്തിയോടെ അത് നിർവഹിക്കണം സഹോദരന്മാരെ. ഒരു കാരണത്താലും, ഒരു ഉറൂസിന്റെ കാരണത്താലും, ഒരു കല്യാണത്തിന്റെ കാരണത്താലും, ഒരു റാലിയുടെ കാരണത്താലും, ഒരു സമ്മേളനത്തിന്റെ കാരണത്താലും, ഒരു കാരണത്താലും നിസ്കാരം ഖളാ ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. അതേ നിസ്കാരം കൃത്യമായി ഭക്തിയോടെ നിർവഹിച്ചവർ മുഅ്മിനീങ്ങളാണ്. അവർ നിശ്ചയം വിജയം കൈവരിച്ചു. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യങ്ങളിലൊന്നും കടന്നു ചെല്ലാതെ ആവശ്യമുള്ളത് മാത്രം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ, അവർ അതാ മുഅ്മിനീങ്ങളാണ്, വിജയം കൈവരിച്ചു. അങ്ങനെ വല്ലദീന ഹും ലിസകാത്തി ഫാഇലൂൻ, സകാത്ത് കൃത്യമായി കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നവർ മുഅ്മിനീങ്ങളാണ്, അവർ വിജയം കൈവരിച്ചു. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അഥവാ സ്വന്തം ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ലൈംഗിക ആസ്വാദനം നടത്താതെ നല്ല ക്ഷമയോടെ പടച്ചവനെ പേടിച്ച് രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവർ, അവർ മുഅ്മിനീങ്ങളാണ്, വിജയം കൈവരിച്ചു. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ, കരാറ് പാലിക്കുകയും വാക്ക് ലംഘിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ മുഅ്മിനീങ്ങളാണ്. ആ മുഅ്മിനീങ്ങൾ വിജയം കൈവരിച്ചു. ഇങ്ങനെ ഖുർആൻ മുഅ്മിനീങ്ങളെ ലക്ഷണം എണ്ണി പറഞ്ഞിട്ട് അവർക്ക് സ്വർഗം കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്. എന്നാൽ വേറൊരു സൂറത്താണ് ഖുർആനിൽ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, സൂറത്തുൽ കാഫിറൂൻ, അവിശ്വാസികളെ ലക്ഷണം പറയുന്ന സൂറത്ത്. അല്ലാഹുവിനെ ആരാധിക്കുന്നവരല്ല അബൂജഹലും കൂട്ടരും. മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. അതേ നബിയും സഹാബത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് ഉറച്ചു പ്രഖ്യാപിക്കുന്നവരാണ്. അത് പറയാൻ അബൂജഹലിന് കിട്ടിയിട്ടില്ല, ഉത്ബത്തിന് കിട്ടിയിട്ടില്ല, മുശ്രിക്കീങ്ങളെ കിട്ടിയിട്ടില്ല. ആ മുശ്രിക്കീങ്ങളെ പോലെയാണ് ജാറത്തിൽ പോകുന്ന സുന്നികളെന്ന് പറയുന്നവനേക്കാൾ ലോകത്ത് തീരെ വിവരമില്ലാത്തവരും ആഖിറത്തിൽ കുടുങ്ങിപ്പോകുന്നവനും വേറെയുണ്ടോ?
സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് പടപൊരുതി സുബ്ഹാനല്ലാഹ് ഖൈബറിൽ പോലും അതേ മുറഹിബിനോട് പടപൊരുതി ഖൈബർ കോട്ട പിടിച്ചെടുത്ത അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, നിങ്ങൾ മുശ്രിക്കാണ്, ശിർക്ക് ചെയ്യുന്ന ആളാണ്. പറയൽ കൊണ്ട് നിർത്തിയില്ലല്ലോ. അതേ ഇബ്നുൽ മുൽജിം എന്ന് പറയുന്ന ഖവാരിജി പുത്തൻവാദി അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പള്ളിയിലേക്ക് സുബഹി നിസ്കരിക്കാൻ വരുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ തലക്ക് ആഞ്ഞൊരു വെട്ടിയിട്ട് അലി ഇബ്നു അബീ ത്വാലിബിനെ കൊന്നത് പുത്തൻവാദിയല്ലേ? മുഖ്യധാരാ മുസ്ലിമീങ്ങളെ സുന്നികളെ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കെന്ന് വാദിച്ചവരല്ലേ? അതിന്റെ അനുയായികളല്ലേ സർവ്വ സലഫികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ആ ഇബ്നുൽ മുൽജിമിന്റെ അനുയായികളല്ലേ? സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് അലി ഇബ്നു അബീ ത്വാലിബ് ശിർക്ക് ചെയ്തു എന്ന് വാദിച്ചതുപോലെ അതാ മഖ്ബറയിൽ സിയാറത്തിന് പോകുന്നവരും അമ്പിയാക്കളെ ഔലിയാക്കളെ തവസ്സുലാക്കുന്നവരും ഇസ്തിഗാസ ചെയ്യുന്നവരും ബറക്കത്ത് എടുക്കുന്നവരുമൊക്കെ ശിർക്ക് ചെയ്തു എന്ന വാദം അതാ മഹാനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞതുപോലെ അതാ അവർ ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാരി ഫഹമലൂഹാ അലൽ മുഅ്മിനീൻ. ബുഖാരിയിൽ കാണാം അബൂജഹൽ അടക്കമുള്ള കുഫാറിനെ സംബന്ധിച്ച് അവിശ്വാസികളെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്തുകൾ അവരതാ മുഅ്മിനീങ്ങളുടെ തലയിൽ വെച്ച് കെട്ടി, എന്നിട്ട് ശിർക്ക് ആരോപിച്ചു. അത് തന്നെയാണ് ദുർമാർഗികളായ പുത്തൻവാദികൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയം ഒന്ന് പൂർത്തീകരിക്കാം. അങ്ങനെ അവിശ്വാസികളുടെ ലക്ഷണം പറയുന്ന സൂറത്തുൽ അഅ്ബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. എൻ്റെ ആരാധന നിങ്ങൾ നടത്തൂല, നിങ്ങൾ ആരാധന ഞാനും നടത്തൂല. ഞാൻ ആരാധിക്കുന്ന നിങ്ങൾ ആരാധിക്കൂല, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഞാനും ആരാധിക്കൂല. അങ്ങനെ അവിശ്വാസികളെ കുറിച്ച് പറയുന്ന ഒരു സൂറത്ത്. ഇനി മൂന്നാമത്തെ ഒരു സൂറത്ത് സൂറത്തുൽ മുനാഫിഖൂൻ. അതിലെന്താണ് പ്രമേയം? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറയും, ഇടയ്ക്ക് പള്ളിയിലൊക്കെ വരും, പക്ഷെ ഉള്ളിൽ വിശ്വാസമില്ല. അതാണ് മുനാഫിഖ്. അവരുടെ ലക്ഷണം പറയുന്ന സൂറത്ത്. ആ സൂറത്തിൽ അല്ലാഹ് പറയാണ്, ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. ഓ നബിയേ, അതാ മുനാഫിക്കുകളെ വിളിച്ചാൽ എന്തിനാ വിളിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യും. ആ റെക്കമെൻഡ് നബിയോട് തേടാൻ വരൂ, നബിയോട് സഹായം തേടാൻ വരൂ, റെക്കമെൻഡിന്റെ സഹായം തേടാൻ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ മുനാഫിഖുകൾ ലൗറൂസഹും അവരെ തലയങ്ങ് തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂൻ അവർ പിരിഞ്ഞു പോകുന്നത് കാണാം. വഹും മുസ്തക്ബിറൂൻ അവർ കീബറന്മാരാണ്. നബിയേ, പടച്ചവനോട് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് പടച്ചവനോട് അങ്ങ് പറയും. അങ്ങനെ ഒരു മുഹമ്മദ് നബി ഒരു ഇടനിലക്കാരൻ വേണ്ട, ഒരു മധ്യവർത്തി വേണ്ട, ഒരു റെക്കമെൻഡ് വേണ്ട എന്ന സലഫികളെ ആശയം തന്നെ മുനാഫിക്കുകളെ ആശയമാണെന്ന് ഖുർആൻ പച്ചയായി പറയുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നു, വഹും മുസ്തക്ബിറൂൻ അവർ കിബറന്മാരാണ്. അവർക്ക് പണ്ഡിതന്മാരെ കാണുമ്പോൾ ഒരു നിസ്സാരതയാണ്, ആലിമീങ്ങളെ കാണുമ്പോൾ നിസ്സാരമാണ്, സയ്യിദന്മാരെ കാണുമ്പോൾ നിസ്സാരമാണ്, മഹാന്മാരെ കാണുമ്പോൾ നിസ്സാരതയാണ്. ആലിമീങ്ങളുടെയും സയ്യിദന്മാരെയും കൈപിടിച്ചിട്ട് അതാ പലരും ചുംബിക്കുമ്പോൾ അവർ അതാ സയ്യിദന്മാരെ കൈപിടിച്ച് ചുംബിച്ചാൽ കൈവെട്ടിക്കളയണമെന്നല്ലേ ജമാഅത്തുകാരൻ പ്രബോധനത്തിൽ പറഞ്ഞത്? തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കുന്നത് ശിർക്കാണെന്നല്ലേ സലഫികൾ ശബാബിൽ പറഞ്ഞത്? ഓ സുഹൃത്തുക്കളെ, അങ്ങനെ എല്ലാം അവർക്ക് പുച്ഛമാണ്, അവർ കീബറന്മാരാണ്. ഖുർആനിൽ അല്ലാഹ് പറയുന്നു, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും.
നബിതങ്ങളുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. അവിടുത്തെ കാല് എറിഞ്ഞ് പൊട്ടിച്ച് ചോര ഒലിക്കുമ്പോൾ ആ ശത്രുക്കളെ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ വേണ്ട വേണ്ട മലക്കുകളെ, ആ ശത്രുക്കളെ നശിപ്പിക്കണ്ട, അവര് നന്നായാലോ, അല്ലെങ്കിൽ അവരെ മക്കള് നന്നായാലോ, അവർക്ക് സന്മാർഗം കിട്ടിയാലോ എന്ന് പറഞ്ഞ നബിയല്ലേ. അതുപോലെ അനിൽ മുശ്രിക്കീൻ, ഈ അക്രമം അഴിച്ചുവിടുന്ന മുശ്രിക്കീങ്ങളെ ഒന്ന് ലാനത്ത് ചെയ്യൂ നബിയെ എന്ന് പറയുമ്പോ എന്നെ ലാനത്ത് ചെയ്യുന്ന ആളായിട്ട് അല്ലാഹ് അയച്ചിട്ടില്ല, ഇന്നമാ ബുഇസ്തു റഹ്മ, എന്നെ കാരുണ്യമായിട്ടാണ് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞ നബിയല്ലേ. ആ നബി തങ്ങളോട് അല്ലാഹ് പറയാണ് സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും, ഇനി തങ്ങളെ കാരുണ്യം കൊണ്ട് തങ്ങളെങ്ങാനും അവർക്ക് പൊറുക്കലിനെ ചോദിച്ചാൽ, റെക്കമെൻഡ് ചെയ്താൽ, ഔലം തസ്തഗ്ഫിർ ലഹും, അല്ലെങ്കിൽ തങ്ങൾ റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും പടച്ചവനാകുന്ന എനിക്കൊരു തീരുമാനമുണ്ട്. എന്താ തീരുമാനം? ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹ് അവർക്ക് പൊറുക്കൂല നബിയേ. കാരണം എൻ്റെ പ്രിയപ്പെട്ട ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ കൊടുത്ത ഒരു സ്ഥാനമാണ് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം. ആ റെക്കമെൻഡ് ചെയ്യാൻ നബിയോട് പറയൂല എന്ന് പറയുന്ന കിബറന്മാർക്ക് ഞാൻ പൊറുക്കൂല നബിയേ. സൂറത്തുൽ മുനാഫിഖൂൻ. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളെ തവസ്സുൽ ചെയ്യുന്നവരും ഇസ്തിഗാസ ചെയ്യുന്നവരും ബറക്കത്തെടുക്കുന്നവരും അവരുടെ അടുക്കലേക്ക് പോകുന്നവരും അവർ സന്മാർഗികളാണ്, അവർ ദുർമാർഗികളല്ല. ദുർമാർഗികൾ അത് പാടില്ലെന്ന് പറയുന്നവരാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടരുണ്ട്. അത് സലഫികളല്ല, ജമാഅത്ത് ഇസ്ലാമി അല്ല, അല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്തുകാരല്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ട തന്നെ. അതിനേക്കാളും ശ്രദ്ധിക്കേണ്ട ഒരു സാധനമുണ്ട്, അതാണ് വ്യാജ തരീഖത്ത്. വലിയ ദുർമാർഗികളാണ് അവർ. അവരെ ദുർമാർഗം എന്താണ്? അവർ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ വിശ്വാസം തകർക്കാൻ വേണ്ടി എന്തും പറയും, എന്തും ചെയ്യും, എന്ത് കളവും പറയും എന്ന് മാത്രമല്ല, സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി അവർ മഖബറയിൽ പോകും, സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി മൗലിദ് ഓതും, അവർ സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി റാത്തീബ് ചൊല്ലും, അവർ സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി ഔലിയാക്കളെ ബഹുമാനം പറയും. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചു പോകരുത്. അതും ഈമാൻ തെറ്റിക്കുന്ന പരിപാടി തന്നെയാണ്. അതെങ്ങനെ ഉസ്താദ് ഞങ്ങൾക്ക് മനസ്സിലാകുക? അത് മനസ്സിലായാലും നിങ്ങൾക്ക് ഓരോന്നും എങ്ങനെയാ മനസ്സിലായാല്? നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ രോഗം ഉണ്ടോ ഇല്ലേ എന്നെങ്ങനെയാ മനസ്സിലായാല്? ഡോക്ടറെ കാണിച്ചിട്ട്. നിങ്ങൾക്ക് ഒരു മരം, മോനുവാജി ഇരിക്കുന്നുണ്ട് ഇവിടെ, ഞാൻ മോനുവാജിട്ടുണ്ട്, ഒരുപാട് തേക്കെടുത്ത ആളാണ്. ഒരു മരം അത് തേക്കാണോ അല്ലേ എന്നെങ്ങനെയാ മനസ്സിലാകുക? അത് മരത്തിനെ കുറിച്ച് വിവരമുള്ളവരെ കൊണ്ട് പരിശോധിപ്പിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്കൊരു നല്ല കളറുള്ള ഒരു സാധനം കിട്ടി, ഇത് പൊന്നാണോ പൊന്നല്ലേ എന്നെങ്ങനെയാ മനസ്സിലാകുക? അതിന് പൊന്നിന്റെ പണിക്കാരെ കാണിച്ചു നോക്കിയിട്ട് അവർ വരസീറ്റ് കാണിച്ച് പറഞ്ഞു തരും. ഇതുപോലെ ഒരു സാധനം പേച്ചതാണോ അല്ലേ എന്നെങ്ങനെയാ മനസ്സിലാകുക? അത് ആലിമീങ്ങളോട് ചോദിക്കണം. ആലിമീങ്ങൾ പറഞ്ഞു തരും, ഇന്നത് പിഴച്ചതാണ്, ഇന്നത് പിഴച്ചതല്ല എന്ന് പറഞ്ഞു തരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഓരോന്നിനും വിവരമുള്ളവർ പറയുന്നതാണ് കേൾക്കേണ്ടത്, ജാഹിലീങ്ങൾ പറയുന്നതല്ല കേൾക്കേണ്ടത്. നിങ്ങൾ കണ്ടോ ഒരു ബുക്ക്, ഇതൊരു വ്യാജ തരീഖത്തുകാരെ ബുക്കാ. പേര് ഞാൻ പറയൂല. പറയാത്ത എന്താ അറിയോ? പറയൽ ആവശ്യമായി വരുമ്പോ പറയും. പറയാത്ത അത് പറഞ്ഞാൽ ഓരോരുത്തർ അതിങ്ങനെ അതെവിടെയാ കിട്ടുക നോക്കിയിറക്കും. എന്നിട്ട് വേണ്ടാത്ത വായിക്കും. പിന്നെ നിങ്ങളെന്താ ഉസ്താദേ വായിച്ചത്? ഞാൻ ഡോക്ടറാ, എനിക്ക് ചിലപ്പോ മലവും പരിശോധിക്കേണ്ടി വരും, മൂത്രവും പരിശോധിക്കേണ്ടി വരും, ചലവും പരിശോധിക്കേണ്ടി വരും, എന്നിട്ട് മരുന്നും കൊടുക്കേണ്ടി വരും. നിങ്ങളെന്തിന് മലം പരിശോധിക്കാൻ പോകണം? നിങ്ങളെന്തിന് മൂത്രം പരിശോധിക്കാൻ പോകണം? എനിക്ക് മരുന്ന് കൊടുക്കണം. അപ്പൊ എനിക്കതൊക്കെ പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ തിരയണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. തെരഞ്ഞിട്ട് വിട്ടുപോണ്ട, നിങ്ങളെ കൈമിൽ നെസാക്കണ്ട. നിങ്ങളെന്നെ കയ്യോ എന്ന് ചോദിക്കും എന്നോട്. എന്റെ കൈക്ക് ഉറയിട്ടിട്ടുണ്ട്. അങ്ങനെ നെസ് പെരളുന്ന കൈയല്ല, മനസ്സിലായില്ലേ? ഞാൻ കൈക്ക് ഉറ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിരോധ ശക്തിയും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉസ്താദുമാരെ ബർക്കത്ത് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് തിരയാൻ പോണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഒരു ഉദാഹരണത്തിന് വേണ്ടി നിങ്ങൾ മനസ്സിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പറയാണ്. ആളുകൾ പേച്ചിട്ട് പറഞ്ഞ കാര്യമല്ലല്ലോ. സുബ്ഹാനല്ലാഹ്.
ഒരാളെപ്പറ്റി പറയാണ്, അള്ളാഹുവിന്റെ ഇസ്കിനായി 3 വർഷത്തോളം ഏകാന്തവാസം അനുഷ്ഠിച്ചു. അള്ളാഹുവിനെ നേടുന്നതിനായി അദ്ദേഹം ദുനിയാവ് ഉപേക്ഷിച്ചു. പിന്നീട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ദുനിയാവിലേക്ക് മടങ്ങി വന്നു. പിന്നെ അയാൾ എന്താ ചെയ്ത്? എല്ലാ മതങ്ങളിലെയും ജനങ്ങൾ മസ്ജിദുകളിലേക്കും ഹിന്ദു ക്ഷേത്രത്തിലേക്കും സിഖ് ക്ഷേത്രങ്ങളിലേക്കും ചർച്ചുകളിലേക്കും ആത്മീയ പ്രഭാഷണങ്ങൾക്കായി മഹാനവറുകളെ ക്ഷണിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ദിക്റെ ഖൽബ് കരസ്ഥമാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരാൾ. അയാൾ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താണ്? അയാളെ വിശ്വാസത്തിന്റെ ഒറ്റ മോഡൽ മാത്രം ഞാനൊന്ന് വായിക്ക കേട്ടോളി. അള്ളാഹു ആത്മാക്കളെ സൃഷ്ടിക്കുവാൻ ഉദ്ദേശിച്ചപ്പോൾ അവൻ പറഞ്ഞു കുൻ ഉണ്ടാവുക. അങ്ങനെ എണ്ണമറ്റ ആത്മാക്കൾ ഉണ്ടായി. അള്ളാഹുവിന്റെ തൊട്ട് മുന്നിൽ അള്ളാഹ് എന്ത് മുന്ന്, എന്ത് പിന്ന്, എന്ത് വലത്ത്, എന്ത് ഇടത്ത്. ഇത് സെലഫികളെ വിശ്വാസ. എന്ത് അള്ളാഹ് വലത്തുണ്ട്, ഇടത്തുണ്ട്, മുന്നുണ്ട്. അത് തന്നെയാണ് ഈ കള്ളത്തരീക്കത്താരനും പറയുന്നത്. പറയാണ് അള്ളാഹുവിന് തൊട്ട് മുമ്പിൽ കാണപ്പെട്ടത് നബിമാരുടെ ആത്മാക്കളായിരുന്നു. രണ്ടാമത്തെ നിരയിൽ ഔലിയാക്കൾ ആത്മാക്കളും, മൂന്നാമത്തെ നിരയിൽ മോമിനീങ്ങൾ ആത്മാക്കളും, അതിന് പിന്നിലായി സാധാരണ ജനങ്ങൾ ആത്മാക്കളും നിലക്കൊണ്ടു. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ദൂരെയുള്ള വരിയിൽ സ്ത്രീകളുടെ ആത്മാക്കളും, അതിന് പിന്നിൽ മൃഗാത്മാക്കളും, പിന്നെ സസ്യാത്മാക്കളും, പിന്നെ ധാതു ആത്മാക്കളും കാണപ്പെട്ടു. ഇവർ വിചാരിച്ച് ബാലിന്റെ സാസ് പോലെ അള്ളാഹ് ഒരു സാസ് ഉണ്ടാക്കിയിട്ട് പെണ്ണുങ്ങൾ അങ്ങ് ദൂരെ. അള്ളാഹ് എന്ത് ദൂരെ ആ സുഹൃത്തെ? അള്ളാഹുവിനെന്ത് അങ്ങനെ ഒരു ദൂരമുണ്ടോ അള്ളാഹുവിന്? എന്ന് പറയാണ് പെണ്ണുങ്ങൾ ദൂരെയായിപ്പോയി അള്ളാഹ്. എന്താ സംഭവിച്ചതെന്നാ എനിക്ക് കേൾക്കണ്ടേ. ധാതു ആത്മാക്കൾക്ക് ചലിക്കാൻ കഴിവില്ലായിരുന്നു. അള്ളാഹുവിന്റെ വലതുവശത്തും മലക്കുകളും, അള്ളാഹ്ക്ക് വലത്തു കൊടുത്തൊക്കെ സെലഫികളെ വാദം. അള്ളാഹുവിന്റെ വലതുവശത്ത് മലക്കുകളും, അതിനെ തുടങ്ങി സ്വർഗീയ സ്ത്രീകളുടെ റൂഹുകളും സ്ഥാനം പിടിച്ചു. അവർക്ക് അള്ളാഹുവിനെ മുഖം കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. അള്ളാഹ്ക്ക് ഒരു മുഖം, ഇത് മുജാഹിദിന്റെ വാദമാണ്, സെലഫിന്റെ വാദമാണ്. അള്ളാഹ്ക്ക് മുഖമുണ്ട്. അങ്ങനെ അള്ളാഹിന്റെ മുഖം കണ്ടില്ലാര് മലക്കുകളും ആ പെണ്ണുങ്ങളൊന്നും അള്ളാഹിന്റെ മുഖം കണ്ടില്ല. ഇവര് പറയാണ് ഇക്കാരണം കൊണ്ട് മലക്കുകൾക്ക് അള്ളാഹുവിനെ കാണുവാൻ കഴിയില്ല. അള്ളാഹുവിന്റെ മുഖം കാണാൻ കഴിയാത്തത് കൊണ്ട് മലക്കുകൾക്ക് അള്ളാഹിനെ കാണാൻ കഴിയൂല. അതിന് പിന്നിലായി ഉണ്ടായിരുന്ന നൂരി മുവക്കിലുകളുടെ ആത്മാക്കളായിരുന്നു. അവർ പിന്നീട് നബിമാരുടെയും ഔലിയാക്കളുടെയും സഹായികളായി ഭൂമിയിൽ വരികയുണ്ടായി. അള്ളാഹുവിന്റെ ഇടതുവശത്ത് ജിന്നുകളുടെ ആത്മാക്കളും ശേഷം ദുരാത്മാക്കളും ദുഷ്ടാത്മാക്കളും നിലകൊണ്ട് ഇക്കോട്ടർ ഭൂമിയിൽ വന്നതിന് ശേഷം ഇബ്ലീസിനെ അവന്റെ ജോലികളിൽ സഹായിച്ചു. ഒരു പുതിയ അഖീദ പറയാണ് ഈ കള്ളത്തരീഖത്തുകാരൻ ചെയ്ത്. എന്നിട്ട് പറയാണ് അള്ളാഹുവിന്റെ ഇടതും വലതും വശങ്ങളിലുള്ള ആത്മാക്കൾക്കും വിദൂരതയിൽ നിലക്കൊണ്ട സ്ത്രീകൾ ആത്മാക്കൾക്കും ദൈവിക വെളിപ്പാടിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇക്കാരണത്താൽ ജിന്നുകൾക്കും മലക്കുകൾക്കും സ്ത്രീകൾക്കും അള്ളാഹുവിനോട് സംസാരിക്കാൻ കഴിയുമെങ്കിലും അവർക്ക് അവനെ ദർശിക്കുവാൻ സാധിക്കുന്നതല്ല. ഇനി ഇതിൽ വേറെയും കുറെ തോന്നിയാസം ഉണ്ടാവും. ഇപ്പൊ ഞാൻ വായിക്കുന്നില്ല. ഇതിൽ അള്ളാഹ്ക്ക് മണവാട്ടി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ കടുത്ത തോന്നിവാസം, പച്ച കുഫ്ർ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കുഫ്ർ. ഇത് തരീഖത്തിന്റെ ശൈഖാണ് പോലും, മുറബിയായ മുർഷിദായ ശൈഖാണ് പോലും. ഇങ്ങനെ തരീഖത്തിന്റെ പേരിൽ ഈമാനിൽ നിന്ന് കുഫ്റിലേക്ക് കൊണ്ടുപോകുന്ന ധാരാളം കക്ഷികളുണ്ട്. അങ്ങനത്തെ കക്ഷികളാണ് റാഫിലത്തിനെ പിന്തുടർന്നവരാണ് അവർ. റാഫിലത്തിന് ടീം ഉണ്ടായിരുന്നു. അബൂബക്കറുല്ലാഹിന്റെ പഴിച്ചുപോയി, ഉമറുല്ലാഹിന്റെ പഴിച്ചുപോയി, ഇതൊക്കെ പറഞ്ഞവരാണവർ. ആ റാഫിലത്തിനെ പിന്തുടർന്നവരാണവർ. ആ റാഫിലത്താണ് അള്ളാഹ് കയ്യും കാലും വലത്തു എടുത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത്. അതാണ് സെൽഫികളും പിന്തുടർന്നത്. ആ റാഫിലത്തിൽപ്പെട്ട ഒരു ടീമാണ് മുമ്പ് പറഞ്ഞിരുന്നത്. എന്ത്? ഞാൻ ഇവിടെ വെച്ചൊരിക്കൽ അത് പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞു? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങളും അല്ലാഹ് ഏൽപ്പിച്ചു കൊടുത്തു. ഫഹുവൽ ഖാലിഖുസ് സാനി. അലി ഇബ്നു അബീ ത്വാലിബ് രണ്ടാം പടച്ചവനാണ്. അതന്നെയാണ് വ്യാജത്വരീക്കത്തുകാരൻ കേരളത്തിൽ പാടിയത്. ആരാ നിങ്ങളെ പടച്ചോന്, മടവൂര് ഞങ്ങളെ പടച്ചോനാണ്. ഇതൊക്കെ പിഴച്ച് നരകത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന വ്യാജത്വരീക്കത്തുകളാണ്. അതിലും എന്റെ മുസ്ലിമീങ്ങൾ പെട്ടുപോയാൽ അതാ നിങ്ങളെ ഈമാൻ പോയി പോകും കേട്ടോ. ഈ കക്ഷികൾ പറയുന്നത്
നിങ്ങൾ ഏത് മതമായാലും തരക്കേടില്ല, അതേ സമയത്ത് ദിക്റുൽ ഖൽബുണ്ടായാ മതി എന്നാണ്. ഈ എന്താണ് ദിക്റുൽ ഖൽബ്? അല്ലാ പറഞ്ഞതോ ഒരായത്ത് ഞാൻ ഓതി കേൾപ്പിച്ചത് കൂടി നിങ്ങളെ കേൾപ്പിച്ച് നിർത്തട്ടെ. ഇസ്ലാമല്ലാത്തതിനെ വല്ലവനും ദീന് അതാ സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ ആഖിറത്തിൽ നഷ്ടപ്പെട്ടവരിൽ പെട്ടവനാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറൂ ബഅദ ഈമാനിഹിം, നേരത്തെ ഈമാൻ ഉണ്ടായിട്ട് പിന്നെ അതും രാജിവെച്ചിട്ട് അതാ കുഫറിലേക്ക് പോയ ജനങ്ങളെ അല്ലാഹു സന്മാർഗത്തിലാക്കലെങ്ങിനെ? സുന്നത്ത് ജമാഅത്തും വിട്ടിട്ട് വ്യാജത്തരീഖത്തിലേക്ക് പോയവൻ, സലഫിയിലേക്ക് പോയവൻ, ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് പോയവൻ, പടച്ച റബ്ബേ വിവരമില്ലാതെ പെട്ടുപോയവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കണേ അല്ലാ. അതിലേക്ക് പോയവനെ കുറിച്ചടക്കം അല്ലാഹ് പറയാണ് കഫറൂ ബഅദ ഈമാനിഹിം, ഈമാൻ കിട്ടിയിട്ട് അത് ഒഴിവാക്കിയിട്ട് അവിശ്വാസത്തിലേക്ക് പോയ ജനങ്ങളെ അല്ലാഹ് സന്മാർഗത്തിലാക്കലെങ്ങിനെ? വശഹിദൂ, അവര് സാക്ഷ്യം വഹിച്ചതായിരുന്നു അന്നർ റസൂല ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ റസൂൽ സത്യമാണെന്ന്. വജാഅഹുമുൽ ബയ്യിനാത്ത്, അവർക്ക് തെളിവുകളൊക്കെ കിട്ടിയതുമാണ്. എന്നിട്ട് അവരതും വിട്ടിട്ട് ഇസ്ലാം മതം തന്നെ ആകണമെന്നില്ല എന്നിവരെ പറയുന്ന സ്ഥലത്തേക്ക്, അള്ളാന്റെ പുറമെ വേറെ പടച്ചവനുണ്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് അതപ്പതിച്ചല്ലോ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ജനങ്ങളെ അല്ലാഹ് സന്മാർഗത്തിലാക്കൂല നബിയെ. അവർക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അല്ലാഹ് പറയാണ് ഉലൈക ജസാഉഹും, അവരുടെ പ്രതിഫലം അന്നലൈഹിം ലാനത്തുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ലാനത്തുണ്ട് നബിയെ. വൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളെ ലാനത്തുണ്ട് നബിയെ. വന്നാസി അജ്മഈൻ, എല്ലാ നല്ല മനുഷ്യരുടെയും ലാനത്തുണ്ട് നബിയെ. ഇത് തന്നെയല്ലേ നബി തങ്ങൾ പറഞ്ഞത്? മൻ അഹദസ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, സുന്നത്ത് ജമാഅത്ത് വിട്ടുപോയാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ, അവന് വേണ്ട ഒത്താശ മുഴുവനും ചെയ്തു കൊടുത്താൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. വൽ മലായിക, മലക്കുകളെ ലഅനത്തുണ്ട്. വന്നാസി അജ്മഈൻ, എല്ലാ നല്ല മനുഷ്യരുടെയും ലഅനത്തുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ, അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. അതുകൊണ്ട് ശരിയായ സന്മാർഗം സുന്നത്ത് ജമാഅത്താണ്. നമ്മളെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്, സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്. അതാണ് ഖുർആനും ഹദീസും പഠിപ്പിച്ച വഴി. അതിൽ മുറുകെ പിടിച്ച് ജീവിച്ച് ഈമാനോടെ മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഈ ഉറൂസ് പരിപാടിക്ക് വന്നവരാരുണ്ടോ, ഇവിടെ സഹായങ്ങൾ നൽകിയവരാരുണ്ടോ, നേർച്ച കൊടുത്തവരാരുണ്ടോ, ഈ ഉറൂസ് കമ്മിറ്റിയുടെ കമ്മിറ്റി പ്രവർത്തകരും ഇവിടെ ഈ ദർഗാ കമ്മിറ്റിയും വളണ്ടിയർമാരും അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരും ഈ പരിസരങ്ങളിലൊക്കെയുമുള്ള മഹല്ലുകളിലും പള്ളികളിലുമൊക്കെയുള്ള ഈ ഉറൂസുമായി സഹകരിക്കുന്ന ജനങ്ങൾ, മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, അല്ലാഹുവേ അവിടുത്തേക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവിടുത്തെ നേതൃത്വത്തിൻ കീഴിൽ ഈ മഹത്തായ ദർഗയും പള്ളിയും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നവരും അതിന് ഒത്താശ ചെയ്യുന്നവരും സഹകരിക്കുന്നവരുമായ എല്ലാ ജനങ്ങൾക്കും, ഇതിനപ്പുറം ഇതിന്റെ പരിസരങ്ങളിൽ ഇവിടെ വന്നവർക്കും, ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും, വിദേശത്തും നാട്ടിലുമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും റബ്ബേ നീ സർവ്വ ഖൈറിന്റെ വാതിലുകളും തുറക്കണേ അല്ലാഹ്. ഞങ്ങളെ സർവ്വ നന്മയായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷേ കാല് ഒരടി നടക്കാൻ കഴിയാത്ത വേദന കൊണ്ട് കിടക്കുകയാണെന്ന് അബ്ദുൽ ഖാദിർ ഹാജി വിളിച്ചു പറഞ്ഞു. നീ റബ്ബേ അദ്ദേഹം ഹജ്ജിന് പോകുന്നതിന് മുമ്പ് പൂർണ്ണമായി സുഖപ്പെടുത്തി ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ തൗഫീഖ് നൽകണം.
നൽകണേ അല്ലാ. അതുപോലെ ഹജ്ജ് ഉദ്ദേശിച്ച് പോയവരുണ്ട്, പോകുന്നവരുണ്ട്, നീ അവർക്കെല്ലാം അതിന് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്കും ജീവിതത്തിൽ പലതവണ അതിന് തൗഫീഖ് തരണേ അല്ലാ. വിവാഹം നടക്കേണ്ട ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ഖൈറായ നിനക്ക് നീ അത് സാധിപ്പിക്കണേ അല്ലാ. പടച്ച റബ്ബേ, സുഖമില്ലാത്ത പലർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്ന് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ആരെന്ത് അസുഖമുള്ളവരുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാ. ആർക്ക് എവിടെ എന്ത് കുടുക്കുകളുണ്ടോ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഏത് കേസുകളുണ്ടോ നിരപരാധികളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. റബ്ബേ, മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഇന്ത്യ രാജ്യത്ത് നീ സമാധാനം നൽകണേ അല്ലാ. റബ്ബേ, എല്ലാ മതക്കാരുമായും സൗഹാർദ്ദത്തിനും സഹകരണത്തിനുമായി മുസ്ലിം ഉമ്മത്തിന് ജീവിക്കാനുള്ള എല്ലാ വഴികളും നീ തുറന്നു തരണേ അല്ലാ. ഞങ്ങളെ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളെ ജവാന്മാർക്കും പട്ടാളക്കാർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഞങ്ങളെ രാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാ, ലോകത്തുള്ള മുഴുവൻ നല്ലവരായ ജനങ്ങൾക്കും നിന്റെ കാവൽ നൽകണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഈ കടിപിടിയുടെ ദുനിയാവിൽ നിന്ന് റബ്ബേ സമാധാനത്തിന്റെ ലോകത്തേക്ക് കാലെടുത്ത് വെക്കാൻ ഭാഗ്യം തരണേ അല്ലാ. അതുവരെ നിന്റെ ദീനിന്റെ ഇൽമ് നന്നായി പഠിക്കാനും പഠിച്ചത് പ്രചരിപ്പിക്കാനും ആരോഗ്യവും ദീർഘായുസ്സും തന്ന് അനുഗ്രഹിക്കണം അല്ലാ. സുൽത്താനുൽ ഉലമക്കും റയീസുൽ ഉലമക്കും മുഹയ്യിസുന്നക്കും റബ്ബേ താജുൽ മുഹഖി കോട്ടൂർ ഉസ്താദിനും തങ്ങളെ കുമ്പോൾ തങ്ങൾ അലിബാബക്ക് തങ്ങൾ സയ്യിദ് ഖലീൽ തങ്ങൾ തുടങ്ങിയ എല്ലാ സയ്യിദന്മാർക്കും ഈ പരിപാടിയിൽ പരിപാടിയും പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും മോമിനീങ്ങൾക്കും എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും യുവാക്കൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും ഏറ്റിത്തരണേ അല്ലാ. റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.